കുനാഫ നല്ല സോഫ്റ്റ് ചീസി ആൻഡ് ക്രീമി ആയിട്ടുള്ള ഫില്ലിങ്ങും ക്രിസ്പി ഔട്ടർ ലെയേഴ്സ് വിത്ത് കത്തൈഫി, അതാണ് നമ്മുടെ മിഡിൽ ഈസ്റ്റേൺ ഡെസേർട്ടായ കുനാഫ. ഇന്ന് നമ്മൾക്ക് കുനാഫയുടെ ഒരു ഇന്ത്യൻ ഓർ കേരള വേർഷനാണ് ട്രൈ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീറ്റ് ഫ്ലോർ വെച്ച് വളരെ തിന്നായി സ്ലൈസ് ചെയ്ത് ക്രിസ്പി ആയിട്ടുള്ള കത്തൈവി എന്ന ലെയറിന് പകരം നമ്മളിവിടെ നിന്ന് വേർമസിലിയാണ് വെക്കാൻ പോകുന്നത്. ഐ ഹോപ്പ് വേർമസിലി നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ് അല്ലേ? നമ്മുടെ സേമിയ പായസത്തിൻ്റെ വേർമസിലി. നമ്മുടെ വേർമസിലി ആദ്യം നമുക്ക് നല്ല ചൂട് നെയ്യിൽ ഒന്ന് പൊട്ടിച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ പ്രോസസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെയ്യ് അല്പം കൂടി ചേർത്ത് നല്ലോണം റോസ്റ്റ് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് അറ്റൈൻ ചെയ്യുക. അതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. എൻ്റെ അറിവിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ കുനാഫ വന്നെത്തിയിട്ട് ഓൾമോസ്റ്റ് കുറച്ചധികം വർഷങ്ങളായി. അധികം എന്ന് പറഞ്ഞാൽ അധികമില്ല കേട്ടോ, ഒരു 3-4 വർഷം. അതായത് 2022, 2021, 2023 കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ടായിരിക്കണം കുനാഫ എന്ന ഡിഷ് ആദ്യമായി ഇവിടെ ഒരുപാട് പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ട്രെൻഡ് സെറ്ററായി മാറിയിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗണിഷായി റോസ്റ്റ് ചെയ്യപ്പെട്ട വേർമസിലി നമുക്ക് ആദ്യം ഒരു ഫസ്റ്റ് ലെയറായി സെറ്റ് ചെയ്യാം. നിങ്ങൾ ഈ കാണുന്ന പോലെ ഒരു നല്ല സ്ക്വയർ പാത്രത്തിൽ ഒരു ഫസ്റ്റ് ലെയറാണ് ഞാൻ ആദ്യം സെറ്റ് ചെയ്തിരിക്കുന്നത് വേർമസിലീൻ്റെ. ഇനി നമുക്ക് ഇതിനകത്തുള്ള ആ ക്രീമി ചീസി ആയിട്ടുള്ള ഫില്ലിങ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാൻ പാലാണ് എടുത്തേക്കുന്നത്. നല്ല ചൂടായ പാനിലേക്ക് പാലൊഴിച്ച് പാലിനെ നല്ലോണം ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് യു ആർ വെരി മച്ച് അഡ്വൈസ് ടു യൂസ് മോസറല്ല ചീസ്. ഞാൻ ഈ ക്രീമി ലെയർ ഉണ്ടാക്കിയപ്പോൾ എനിക്കുണ്ടായ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു ഞാൻ ഈ സ്ലൈസ്ഡ് ചീസ് എടുത്തത്. അതിൻ്റെ ക്രീമിനെസ്സിന് ഇച്ചിരി കുറവ് പറ്റി, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ദെയർ. അപ്പോൾ നമുക്ക് അടുത്തതായി ചീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ചീസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാല് നല്ലോണം വെന്ത് പാല് തിളച്ചതിന് ശേഷം മാത്രം ചീസ് ആഡ് ചെയ്യുക. ആൻഡ് ഈ സ്റ്റെപ്പ് കോൺഫ്ലവർ ആഡ് ചെയ്യുന്ന സ്റ്റെപ്പ്, ഇതും നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ ഡയറക്റ്റായിട്ട് കോൺഫ്ലവർ ഇടുന്നതിന് പകരം കോൺഫ്ലവർ വെള്ളത്തിലൊന്ന് കുറുക്കിയിട്ടിടുകയാണെങ്കിൽ, അതുപോലെ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി കുറുക്കിയിട്ടിടുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്രീമിയും നല്ലൊരു കൺസിസ്റ്റൻസിയും കിട്ടും. ഞാൻ ഫസ്റ്റ് ടൈം ഇത് ട്രൈ ചെയ്തപ്പോൾ അങ്ങനെ ആയിരുന്നു ട്രൈ ചെയ്തത്. എൻ്റെ സെക്കൻഡ് ട്രൈ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് ഞാൻ അധികം നോക്കാതെ പോയി. പക്ഷേ സ്റ്റിൽ എനിക്ക് ആ ഒരു ഫോൾട്ട് സംഭവിച്ചു. ആസ് യു ക്യാൻ സീ എൻ്റെ കൺസിസ്റ്റൻസി അത്ര ക്രീമി അല്ല, അത്ര കുറുകിയിട്ടുണ്ടായിരുന്നില്ല. അത് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന കൂട്ടല്ല കേട്ടോ. ഇത് ഉണങ്ങി കഴിയുമ്പോൾ, അതായത് സെറ്റായി കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കൻഡ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടും. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഒഴിച്ച സാധനത്തിന് ക്രീമി ലെയറിന് മേലെ നമുക്ക് വീണ്ടും നമ്മുടെ വേർമസിലി ലെയേഴ്സ് വെച്ച് അതിനെ സ്റ്റഫ് ചെയ്തെടുക്കുകയാണ് രണ്ടാമതായി ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റഫ്ഡ് ആയിട്ടുള്ള സാധനത്തിൽ ഇനി നമ്മൾ ഷുഗർ സിറപ്പ് നല്ല ഭംഗിക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ആക്ച്വലി നമ്മുടെ കുനാഫയിൽ ഇവർ പിസ്താജിയോയും കൂടെ ഇതിൻ്റെ പുറത്തിട്ട് ഗാർണിഷ് ചെയ്യും. നമുക്ക് ആ ഒരു ഷുഗർ സിറപ്പും കൂടെ വെച്ച് ഇനി അതിനൊന്ന് സെറ്റ് ആവാൻ വേണ്ടി, ആ ക്രീമിനെസ്സും ആ കൺസിസ്റ്റൻസി പ്രോപ്പർ ആവാൻ വേണ്ടി, നല്ലോണം സെറ്റ് ആവാൻ വേണ്ടി വെച്ചേക്കുക. ചൂടാറാതെ തന്നെ നമുക്ക് അടച്ചു വയ്ക്കാം. ആൻഡ് ദിസ് ഇസ് ദി ടൈം ആ രുചിയുള്ള സാധനം തിന്നാനുള്ള. ആൻഡ് ഐ എം നോട്ട് എക്സാഗ്രേറ്റിംഗ്, ബട്ട് ഇറ്റ് വാസ് ടു ഗുഡ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഉറപ്പായി ഇത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് ജീവിതത്തിൽ ഒരിക്കലും കഴിച്ചു നോക്കേണ്ട ഒരു ഡിഷ് തന്നെയാണ്. സോ ഹോപ്പിംഗ് ടു സീ യു ഓൾ വൺസ് അഗെയിൻ. ബൈ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയൊരു പുതിയ ഡിഷുമായി വരുന്നത് വരെ ബൈ.